ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളെ ഒരുപാട് കാണാ കാഴ്ചകളിലോട്ട് നമ്മുടെ ചാനലിൽ കൊണ്ടുപോകും. ഇന്ന് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയാവുന്ന സ്നോ വേൾഡിലാണ്. അത്ഭുതകരമായ കാഴ്ചകളും കുറേ മാജിക്കൽ വേൾഡുകളും ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തുറക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മളിപ്പോൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സ്നോ വേൾഡ് മാത്രമല്ല, ഇവിടെ അപ്സ് ആൻഡ് ഡൗൺസ് തലകീഴായിട്ട് കാണുന്നത്, അതുപോലെ തന്നെ ലിവിങ് ഡെഡ്സ്, എനിക്കൊന്നെന്തോ ഹൊറർ ഏരിയ ആണ്, അതുപോലെ റെയിൻ ഫോറസ്റ്റുകൾ, പിന്നെ ഒരു 3D ഒരു കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിള്ളേർക്ക് ശരിക്കും എൻ്റർടൈൻമെൻറ്റ് ആവുന്ന പലതും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്കറിയത്തില്ല ഇവിടെ എന്തൊക്കെ ഇവർ പറയുന്ന പോലെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അകത്ത് കയറിയാലേ അറിയാവുള്ളൂ. നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്നോ വേൾഡിലോട്ട് പോകാം. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി ടിക്കറ്റൊക്കെ എന്തായാലും എടുക്കാം, എല്ലായിടത്തോട്ടുള്ള എടുക്കാം. നിങ്ങൾ വാ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയി ടിക്കറ്റ് എടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ചെരുപ്പിന് തന്നെ നല്ല ഭാരമുണ്ട്. ഈ ചെരുപ്പിട്ടോട്ട് നടക്കാൻ ഇനി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, ഫുൾ സെറ്റപ്പ് ഇട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് സ്നോ വേൾഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ തുറന്നിരിക്കുകയാണ്. നമുക്ക് അകത്തോട്ട് പോവുകയാണ് സ്നോ വേൾഡിലോട്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ല എന്താണ്, ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ സ്നോ ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിക്കന്തോറും തണുപ്പ് കൂടുന്നുണ്ട്. കാരണം ഒരു തണുപ്പുള്ള ഏരിയ പോയാൽ തന്നെ സംസാരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് നല്ലതായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ നിങ്ങൾക്ക് എയർ കാണാതിരിക്കും, ശരിക്കും സ്മോക്കി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളെ ഒരു സാധനം ഞാൻ കാണിക്കാം, ഇഗ്ലു. ഇത് നമ്മുടെ ഇഗ്ലു, എസ്കിമോകളുടെ വീടായിട്ടുള്ള ഇഗ്ലു ആണ്. ഞാൻ ഫുൾ അകത്തോട്ടൊന്നും കയറുന്നില്ല, ഫുൾ ഇരുട്ടാ. ഞാൻ ഇവിടെ നിൽക്കാം. സ്നോ വേൾഡിൽ നിന്ന് ഇറങ്ങി ഓൾമോസ്റ്റ് 1 hour ആണ് നമുക്ക് സ്നോ വേൾഡിൽ അവർ തന്നിട്ടുള്ളത്. ആ ഒരു പകുതി സ്റ്റേജ് വരെ വളരെ കംഫർട്ടബിൾ. ആ പകുതി കഴിയുമ്പോൾ അത്രയും തണുപ്പൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. വീണ്ടും ഇതുപോലെയുള്ള കാഴ്ചകളും വീഡിയോസുമായി കാണുന്നത് വരെ ബൈ.